Good evening, students. നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് മോഷൻ ഇൻ എ പ്ലെയിൻ, മോഷൻ ഇൻ 2 dimension. ഈ ചാപ്റ്റർ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് വെക്ടേഴ്സിനെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ് വെക്ടേഴ്സ്? The physical quantities which have magnitude and direction are called vectors. എക്സാമ്പിൾ നമുക്കറിയാം, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇവയെല്ലാം വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. ഈ വെക്ടറിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തിയ ചാപ്റ്ററാണ് നമ്മളുടെ മോഷനിന്റെ. The physical quantities which have magnitude and direction are called vectors. അടുത്ത നമ്മൾ പഠിക്കാം representation of a vector. Representation of a vector. എങ്ങനെയാണ് ഈ വെക്ടറെ റെപ്രസെന്റ് ചെയ്യുന്നത്? അത് രണ്ട് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് വൺ ഗ്രാഫിക്കൽ മെത്തേഡ്. Graphically, a vector is represented by a straight line with an arrow. ഒരു സ്ട്രെയിറ്റ് ലൈനും അതിൻ്റെ കൂടെ ഒരു ആരോ കണ്ടുപിടിച്ചാൽ ഗ്രാഫിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത് വെക്ടർ റെപ്രസെന്റ് ചെയ്യും. The length of the line represent its magnitude and arrow represent direction. Graphical representation of a vector. A vector is graphically represented by a straight line with an arrow. The length of the line represent its magnitude and arrow represent direction. രണ്ടാമത്തെ മെത്തേഡാണ് അനാലിറ്റിക്കൽ മെത്തേഡ് ബൈ പ്രിന്റ്. അനാലിറ്റിക്കൽ മെത്തേഡ് അല്ലെ ബൈ പ്രിന്റ് എങ്ങനെയാണ് എഴുതുമ്പോൾ നമ്മൾ വെക്ടർ റെപ്രസെന്റ് ചെയ്യും. Analytically, a vector is represented by a single letter with an arrow. ഒരു സിംഗിൾ ലെറ്റർ എഴുതിയിട്ട് അതിന് മുന്നിൽ ഒരു ആരോ നൊട്ടേഷൻ കൊടുക്കുന്നതാണ് അനാലിറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ വെക്ടർ. Analytically, a vector is represented by a single letter with an arrow on it. The magnitude of the given vector is represented by the same letter used for the given vector without arrow. ഈ വെക്ടർ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണക്കാക്കുന്നത് ഈ ലെറ്റർ മാത്രം എഴുതി കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് സൂചിപ്പിക്കുന്നത്. The magnitude of the given vector is represented by the same letter without arrow. ആരോ ഇല്ലാതെ ലെറ്റർ മാത്രം എഴുതി കഴിഞ്ഞാൽ ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡാണ് കണക്കാക്കുന്നത്. ഇനി മറ്റൊരു രീതിയിൽ കാണിക്കാം. ഈ രീതിയിലും വെക്ടറിന്റെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യാം. ഇതിനെ വിളിക്കുന്നത് മോഡുലസ് ഓഫ് എ ആണ്. മോഡുലസ് ഓഫ് എ. ഇതും വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണക്കാക്കാൻ ഒന്നുകിൽ വെക്ടർ മാത്രം എഴുതുക അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എ. ഇതാണ് റെപ്രസെന്റേഷൻ ഓഫ് എ വെക്ടർ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞത്. റെപ്രസെന്റേഷൻ ഓഫ് എ വെക്ടർ ആ ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കലി എ വെക്ടർ ഈസ് റെപ്രസെന്റഡ് ബൈ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഓൺ ഇറ്റ്. The length of the line represents its magnitude, arrow represents direction. Second method, analytical method. Analytically, a vector is represented by a single letter with an arrow on it. ഒരു ലെറ്റർ എഴുതി ടൈമിൽ ആരോ വെച്ച് കഴിഞ്ഞാൽ അത് ആ വെക്ടറിനെ സൂചിപ്പിക്കുന്നു. ആ ലെറ്റർ മാത്രം ആരോ ഇല്ലാത്ത ലെറ്റർ മാത്രം എഴുതി കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റേഷൻ ഓഫ് ദാറ്റ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് different types of vectors. Vectors പലതരമുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. അതിലെ ഫസ്റ്റ് വൺ ഈക്വൽ. If two vectors are said to be equal if they have same magnitude and direction. രണ്ട് വെക്ടർ ഈക്വൽ ആണ് എന്ന് പറയുന്നത് ആ രണ്ട് വെക്ടറിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആകുക, അതേപോലെ അവരുടെ ഡയറക്ഷനും ഒരേ ഡയറക്ഷനിലാണ് എങ്കിൽ ഒരേ രീതിയിലാണ് എങ്കിൽ അവ രണ്ടും ഈക്വൽ ആണെന്ന് പറയും. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കാം. ഞാൻ വെക്ടർ വയ്ക്കുന്നു. ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി. ഓക്കെ, രണ്ടിന്റെയും ലൈനിന്റെ ലെങ്ത് സെയിം ആണ്, അതുകൊണ്ട് പറയാം മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ആരോയുടെ ഡയറക്ഷനും സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് പറയാം മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം വെക്ടർ എ ഈക്വൽസ്
അല്ലെങ്കിൽ വെക്ടർ എ ആൻഡ് ബി ഈക്വൽ വെക്ടേഴ്സ്. അപ്പോൾ ഈക്വൽ വെക്ടേഴ്സ് കണ്ടീഷൻ ഇതാണ്. ഇഫ് ടു വെക്ടേഴ്സ് ആർ സെഡ് ടു ബി ഈക്വൽ ഇഫ് ദേ ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. രണ്ടാമത് നെഗറ്റീവ് or opposite. A vector is said to be negative of a given vector if they have same magnitude but opposite direction. ഒരു വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടറാണ് എന്ന് പറയുന്നത് അത് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന് തുല്യവും അതിന്റെ ഡയറക്ഷൻ തന്നിരിക്കുന്ന വെക്ടറിന് ഓപ്പോസിറ്റുമാണ് എങ്കിൽ അത് ആ വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടർ അഥവാ ഓപ്പോസിറ്റ്. ഇപ്പൊ ഞാനിവിടെ വെക്ടർ എ, ഈ വെക്ടർ എയുടെ നെഗറ്റീവ് വെക്ടർ എന്ന് പറയുന്നത് അതിന്റെ സെയിം മാഗ്നിറ്റ്യൂഡ് ആണെങ്കിലും പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് വെക്ടർ. അപ്പം എയുടെ നെഗറ്റീവ് വെക്ടറാണ് ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്ന നെഗറ്റീവ് വെക്ടർ. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് നെഗറ്റീവ് വെക്ടർ. മൂന്നാമത് ഈക്വൽ വെക്ടർ, നെഗറ്റീവ് വെക്ടർ, ലൈക്ക് വെക്ടർ. If two vectors are said to be like vectors, if two vectors are said to be like vectors, if they have different magnitude but same direction. ഇപ്പോൾ രണ്ട് വെക്ടർ ലൈക്ക് വെക്ടേഴ്സ് ആണെന്ന് പറയുന്നത് അവിടെ മാഗ്നിറ്റ്യൂഡ് വ്യത്യസ്തമായിരിക്കും, എന്നാൽ ഡയറക്ഷൻ സെയിം ആയിരിക്കും. പിന്നെ രണ്ട് വെക്ടർ ആയിരിക്കുന്നു. ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി. നോക്കിയേ, രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് വ്യത്യസ്തമാണ്, ഡയറക്ഷൻ പക്ഷെ എന്താണ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം വെക്ടർ എ ആൻഡ് ബി ആർ ലൈക്ക് വെക്ടേഴ്സ്. എയും ബിയും ലൈക്ക് വെക്ടേഴ്സ് ആണ്. അപ്പം ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ് സെയിം ഡയറക്ഷനിൽ വരുന്ന വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ലൈക്ക് വെക്ടേഴ്സ്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നു അൺലൈക്ക് വെക്ടേഴ്സ്. Unlike if two vectors are said to be unlike vectors if they have different magnitude and opposite direction. രണ്ട് വെക്ടർ അൺലൈക്ക് വെക്ടേഴ്സ് ആണ് പറയുന്നത്. അവിടെ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് വ്യത്യസ്തമായിരിക്കും, ഡയറക്ഷൻ ഓപ്പോസിറ്റുമാണെങ്കിൽ അവ അൺലൈക്ക് വെക്ടേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഞാൻ വെക്ടർ എ വരച്ചിരിക്കുന്നു, അടുത്തത് വെക്ടർ ബി. വെക്ടർ എയും വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് വ്യത്യസ്തമാണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം വെക്ടർ എ ആൻഡ് ബി ആർ അൺലൈക്ക് വെക്ടേഴ്സ്. ഇനി അടുത്തതാണ് 5 യൂണിറ്റ്. A vector is said to be a vector is said to be unit vector of a given vector if condition the magnitude of the vector is unity and it has the same direction as that of the given. ഒരു വെക്ടറിന്റെ വെക്ടർ എ ഇവിടെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ആ വെക്ടറിന്റെ അതേ ഡയറക്ഷനുള്ള വെക്ടർ ആയിരിക്കും, എന്നാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ആ എ എന്ന് പറയുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറാണ് ഇത്. എ വെക്ടർ ഈ ഒരു യൂണിറ്റ് വെക്ടർ വെക്ടർ എയുടെ യൂണിറ്റ് വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എ. അപ്പം യൂണിറ്റ് വെക്ടർ ഓഫ് എ ഗിവൺ വെക്ടർ ഈസ് ദ വെക്ടർ ഓഫ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഹാസ് ദ സെയിം ഡയറക്ഷൻ ഓഫ് ദാറ്റ് ഓഫ് ദി ഗിവൺ വെക്ടർ. ഒരു വെക്ടർ മറ്റൊരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ആണ് പറയുന്നത്, ആ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലും അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. കണക്കാക്കുന്നത് a vector is divided by its magnitude is called unit vector. ഒരു വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ആ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ആയിരിക്കും. അതായത് വെക്ടർ എയുടെ യൂണിറ്റ് വെക്ടർ എ ക്യാപ് എന്ന് പറയുന്നത് വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇതാണ് എ ക്യാപ് ഈസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ. എന്ന് വെച്ചാൽ
വെക്ടർ എയുടെ യൂണിറ്റ് വെക്ടർ ആണ് a cap. അതെന്ന് പറയുന്ന ആ വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമാണ്. യൂണിറ്റ് വെക്ടർ എങ്ങനെയാണ് നമുക്ക് കണക്കാക്കുന്നത്? A vector is divided by its magnitude is called unit vector. It is represented by a cap. A cap is equal to vector A divided by modulus of. അടുത്തതാണ് orthogonal unit vector. The unit vectors along Cartesian coordinates are called orthogonal unit vectors. Cartesian coordinates ഉള്ള യൂണിറ്റ് വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ യൂണിറ്റ്. നോക്കാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് x y z ഇവയാണ് നമ്മൾ വിളിക്കുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. x y കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ x y z ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് orthogonal unit. If I cap, j cap and k cap are the unit vectors along Cartesian coordinates. അതായത് I cap, j cap and k cap are the unit vectors along x, y and z axis. അപ്പം x ആക്സിസിലെ യൂണിറ്റ് വെക്ടേഴ്സിനെ കാണിക്കാൻ നമ്മൾ I cap ഉപയോഗിക്കും. y ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് j cap, z ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് k. അപ്പം കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള യൂണിറ്റ് വെക്ടറിനെ വിളിക്കുന്ന പേരാണ് orthogonal unit. Then last one, zero vector. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് null vector. Zero vector or null vector. A vector whose magnitude is zero is called null vector. ഒരു വെക്ടർ അതിന്റെ മാഗ്നിറ്റ്യൂഡ് സീറോ ആണെങ്കിൽ ആ വെക്ടറിനെ വിളിക്കുന്ന പേരാണ് null vector അഥവാ zero. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. അപ്പോൾ നമുക്ക് നോക്കാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ്. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. ആദ്യം പറഞ്ഞത് ഈക്വൽ വെക്ടേഴ്സ്. രണ്ട് വെക്ടർ ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ സെയിം ആയിരിക്കും. If two vectors are said to be equal vectors if they have same magnitude and same direction. രണ്ടാമത് നെഗറ്റീവ് വെക്ടർ or opposite vector. A vector is said to be negative of a given vector if they have same magnitude but opposite direction. രണ്ട് വെക്ടറിൽ തന്നിട്ട് ആദ്യത്തെ വെക്ടറിന്റെ അതേ മാഗ്നിറ്റ്യൂഡ് ആണ് രണ്ടാമത്തെ വെക്ടറിനും, എന്നാൽ അവരുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റും ആണെങ്കിൽ അവ ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. മൂന്നാമത്തേതാണ് ലൈക്ക് വെക്ടേഴ്സ്. രണ്ട് വെക്ടർ ലൈക്ക് വെക്ടേഴ്സ് ആണെന്ന് പറയണമെങ്കിൽ അവിടെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ സെയിം ആയിരിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്നത് two vectors are said to be like vectors if they have different magnitude but same direction. ഇനി അടുത്തത് അൺലൈക്ക് വെക്ടേഴ്സ്. രണ്ട് വെക്ടർ അൺലൈക്ക് വെക്ടേഴ്സ് ആണെന്ന് പറഞ്ഞാൽ അവിടെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. Two vectors are said to be unlike vectors if they have different magnitude and opposite direction. അത് കഴിഞ്ഞാണ് യൂണിറ്റ് വെക്ടർ. ഒരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ആ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലും മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് അഥവാ വണ്ണും ആയിരിക്കും. A vector is said to be unit vector of a given vector. Condition എന്തുവാണ്? If it has unique magnitude and direction is same as that of the given vector. അത് തന്നിരിക്കുന്ന വെക്ടർ അതേ ഡയറക്ഷൻ ആയിരിക്കും, പക്ഷെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ a vector is divided by its magnitude is called unit vector. ഒരു വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ആ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ആയിരിക്കും. ഇപ്പൊ വെക്ടർ എയുടെ യൂണിറ്റ് വെക്ടർ ആണ് എ ക്യാപ്. നമ്മൾ ക്യാപ് എ ക്യാപ് വെക്ടർ എയുടെ യൂണിറ്റ് വെക്ടർ റെപ്രസെന്റ് ചെയ്തത് ഇത് എ ക്യാപ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എ ക്യാപ് ഈസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ ദി മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ഓഫ് എ. ഇനി കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള യൂണിറ്റ് വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ യൂണിറ്റ്. ദി യൂണിറ്റ് വെക്ടേഴ്സ് along Cartesian coordinates are called orthogonal units. I cap, j cap and k cap are the unit vectors along x, y and z axis respectively. Then last one, null vector or zero vector. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണെങ്കിൽ ആ വെക്ടറിനെ വിളിക്കുന്ന പേരാണ് null vector. A vector whose magnitude is 0 is called null vector or zero vector.
നമ്മളിവിടെ അടുത്തത് ടൈപ്സ് ഓഫ് ഇനി നമ്മൾ പഠിക്കുന്നത് അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. അല്ല നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഗ്രാഫിക്കൽ first is when two vectors are acting in the same direction. When the two vectors are acting in the same direction, രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ സമയുടെ വെക്ടർ സം എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ റിസൾട്ടന്റ് വെക്ടർ എന്തായിരിക്കും? If two vectors, vector A and vector B, are in the same direction, then is magnitude of the resultant vector is equal to the sum of the magnitudes of the vector A and B, and its direction as same as that of the given vectors. രണ്ട് വെക്ടർ ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. അവിടെ കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇൻഡിവിജ്വൽ വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സമ്മിന് തുല്യമായിരിക്കും. അവയുടെ ഡയറക്ഷൻ തന്നിരിക്കുന്ന വെക്ടേഴ്സിന്റെ അതേ ഡയറക്ഷനിലും ആയിരിക്കും. When two vectors, vector A and vector B, are acting in the same direction, then the magnitude of the resultant vector is same as the sum of the magnitudes of the individual vectors, and direction is same as that of the given vectors, vector A and B. ഇവയുടെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് തുല്യമായിരിക്കും. ഈ രണ്ട് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ തുല്യമായിട്ട് റിസൾട്ടന്റ് മാഗ്നിറ്റ്യൂഡ് ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സിന്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും. ഇതായിരിക്കും റിസൾട്ടന്റ് വെക്ടർ, വെക്ടർ A പ്ലസ് വെക്ടർ B. ക്ലിയർ ആണ്? അപ്പോൾ രണ്ട് വെക്ടർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അവ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടർ മാഗ്നിറ്റ്യൂഡ് തന്നിരിക്കുന്ന ഇൻഡിവിജ്വൽ വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്സിന്റെ സമ്മിന് തുല്യമായിരിക്കും. ഡയറക്ഷൻ തന്നിരിക്കുന്ന വെക്ടേഴ്സിന്റെ അതേ ഡയറക്ഷനിലുമായിരിക്കും. രണ്ടാമത്തെ കേസ്, when two vectors are acting in opposite direction. രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടർ എങ്ങനെയായിരിക്കും? When two vectors are acting in opposite. If two vectors, vector A and vector B, are in opposite direction, then the magnitude of the resultant vector is same as the difference in magnitude between the individual vectors, and direction is same as that of the given vector. Opposite directionലുള്ള രണ്ട് വെക്ടർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിരിക്കുന്ന ഇൻഡിവിജ്വൽ വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്സിന്റെ ഡിഫറൻസിന് തുല്യമായിരിക്കും. ഡയറക്ഷൻ അതിലെ വലിയ വെക്ടർ ഏതാണോ അതിന്റെ ഡയറക്ഷനിലാണ്. എന്നൊക്കെ രണ്ട് വെക്ടർ തന്നു. ഇവിടെ മാഗ്നിറ്റ്യൂഡിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ മാഗ്നിറ്റ്യൂഡിലായിരിക്കും തന്നിരിക്കുന്ന വലിയ വെക്ടർ വെക്ടർ ബി ആണ്. വെക്ടർ ബിയുടെ ഡയറക്ഷൻ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് പറയാം റിസൾട്ടന്റ് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ വെക്ടർ ബി മൈനസ് വെക്ടർ എ. അപ്പോൾ രണ്ട് വെക്ടർ തമ്മിൽ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്സിന് റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിരിക്കുന്ന ഇൻഡിവിജ്വൽ വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്സിന് സമ്മിന് തുല്യമായിരിക്കും. ഡയറക്ഷൻ ആ തന്നിരിക്കുന്ന വെക്ടേഴ്സിന്റെ ഡയറക്ഷനുമായിരിക്കും. ഈ രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിരിക്കുന്ന ഇൻഡിവിജ്വൽ വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്സിന്റെ ഡിഫറൻസിന് തുല്യമായിരിക്കും. ഡയറക്ഷൻ തന്നിരിക്കുന്ന വെക്ടേഴ്സിന്റെ വലിയ വെക്ടറിന്റെ ബിഗ് വെക്ടറിന്റെ ഡയറക്ഷന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ അതേ ഡയറക്ഷനിൽ ആയിരിക്കും. ഓക്കെ, ഇനിയുമാണ് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡീഷണൽ വെക്ടേഴ്സിന്റെ ഭാഗം വരുന്നത്. when two vectors are inclined at an angle,
വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ ഫോം ചെയ്തുകൊണ്ട് ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ റിസൾട്ടന്റ് വെക്ടർ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക അല്ലേ? രണ്ട് വെക്ടർ തമ്മിൽ നമ്മളിങ്ങനെ ഈ കേസിൽ ഇവിടുത്തെ റിസൾട്ടന്റ് വെക്ടർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? when two vectors are inclined at an angle. In this case, the resultant vector is represented by two modes. നമ്മൾ രണ്ട് രീതിയാണ് ഉപയോഗിക്കുന്നത്. First one, triangle law of vector addition. Triangle law of vector addition രണ്ടാമത്തെ മെത്തേഡ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ്. ഇത് പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തെ. ആദ്യത്തേത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടേഴ്സ്. എന്താണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടേഴ്സ്? ആദ്യം സ്റ്റേറ്റ്മെന്റ് എന്താണ് ലോ എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടേഴ്സ്, if two sides of a triangle represents two vectors in magnitude and direction in the same order, then the third side of the triangle in reverse order represents the vector sum of the two vectors. Simple ആണ്. ഒരു ട്രയാങ്കിളിന്റെ അടുത്തടുത്ത രണ്ട് വശങ്ങൾ രണ്ട് വെക്ടറിനെ സൂചിപ്പിക്കുന്നു. അവ ഒരേ ഡയറക്ഷനിൽ വന്നിരിക്കും, ഒരേ ഓർഡറിൽ വന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിവേഴ്സ് ഡയറക്ഷൻ, റിവേഴ്സ് ഓർഡറിലുള്ള ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് ഈ രണ്ട് വെക്ടറിന്റെയും റിസൾട്ടന്റ് വെക്ടർ ആയിരിക്കും, അഥവാ വെക്ടർ സം ആയിരിക്കും. If two sides of a triangle represent two vectors in magnitude and direction in the same order, then the third side of the triangle in reverse order represent the vector sum of the two vectors. ഇച്ചിരി ക്ലിയർ ആക്കാൻ നമുക്ക് ഞാൻ ഒരു ട്രയാങ്കിൾ if OA represents vector P, AB represents vector Q. രണ്ട് വെക്ടർ തന്നിരിക്കുന്നു. ആ രണ്ട് വെക്ടർ രണ്ടും ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. If OA രണ്ടും ഒരേ ഡയറക്ഷനാണ്, ഈ ഡയറക്ഷൻ ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. If OA represents vector P, AB represents vector Q in the clockwise direction, then according to triangle law of vector addition, the third side OB, the third side of the triangle OB in anti-clockwise direction represent the vector sum of the two vectors, vector P and vector Q. ഈ ട്രയാങ്കിളിന്റെ ഇതിന്റെ റിവേഴ്സ് ക്ലോക്ക്വൈസ് ഡയറക്ഷൻ, റിവേഴ്സ് ഡയറക്ഷനും ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനുള്ള മൂന്നാമത്തെ സൈഡ് OB എന്ന് പറയുന്ന സൈഡ് എന്ന് പറയുന്നത് വെക്ടർ Pയുടെയും വെക്ടർ Qവിന്റെയും സം ആയിരിക്കും. അതായത് ഈ സൈഡ് എന്ന് പറയുന്ന വെക്ടർ R, റിസൾട്ടന്റ് വെക്ടർ R is equal to വെക്ടർ P plus വെക്ടർ Q ആയിരിക്കും. ഇതാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടേഴ്സ്. ഇനി നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്ന് എടുക്കാം. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടേഴ്സ്. If two sides of a triangle represents two vectors in magnitude and direction in the same order, then third side of the triangle in reverse order represent the vector sum of the two vectors. Clear ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ലോയിലേക്ക് കടക്കുകയാണ്. പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ്. പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ് സ്റ്റേറ്റ്മെന്റ് അറിയാമെന്ന് പറയാം. If the adjacent side of a parallelogram represents two vectors in magnitude and direction, then the diagonal of the parallelogram starting from the point of intersection represents the vector sum of the two vectors. രണ്ട് വെക്ടർ ഒരു പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡിൽ രണ്ട് വെക്ടറിനെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ആ രണ്ട് വെക്ടർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് തുടങ്ങുന്ന ആ പാരലോഗ്രാമിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് ആ രണ്ട് വെക്ടറിന്റെയും വെക്ടർ സം ആയിരിക്കും. ഇതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ്. നമുക്ക് ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് നോക്കാം. ഞാനിവിടെ ഒരു പാരലോഗ്രാം എടുക്കുന്നു.
O A B OBC നമ്മൾ പാരലോഗ്രാം വരച്ചിട്ടാണ് OBC. ഇതിലെ ഈ പാരലോഗ്രാമിൽ രണ്ട് അഡ്ജസന്റ് സൈഡ് OA and OB represent two vectors in OA represent vector Q, OB represent vector Q. രണ്ട് ഈ പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് രണ്ട് വെക്ടർ ആണ്, വെക്ടർ P യും വെക്ടർ Q യും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്ടറും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ തുടങ്ങുന്ന ഈ പാരലോഗ്രാമിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് റിസൾട്ടന്റ് വെക്ടർ ആയിരിക്കും. R is equal to vector P plus vector Q. ഇതാണ് parallelogram law of vector addition. If two sides of a parallelogram represent two vectors in magnitude and direction, then the diagonal of the parallelogram starting from the point of intersection represent the vector sum of the two vectors, which is the resultant vector R equals vector P plus vector Q. ഇതാണ് addition of vectors അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം ഈ നാല് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന്, എന്താണ് വെക്ടർ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. റെപ്രസെന്റേഷൻ ഓഫ് എ വെക്ടർ രണ്ട് മെത്തേഡാണ് പഠിച്ചത്. ഫസ്റ്റ് വൺ ഗ്രാഫിക്കൽ മെത്തേഡ്. ഒരു സ്ട്രെയിറ്റ് ലൈനും അതിന് ഫ്രണ്ടിൽ ഒരു ആരോ കണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഗ്രാഫിക്കൽ. അതിൽ ആ ലൈനിൽ ലെങ്ത് സൂചിപ്പിക്കുന്നത് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും ആരോ ആ വെക്ടറിന്റെ ഡയറക്ഷനും. ഇനിയും അനാലിറ്റിക്കൽ മെത്തേഡ്, പ്രിന്റ്. നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? ഒരു സിംഗിൾ ലെറ്റർ എഴുതിയിട്ട് അതിന്റെ മറ്റേ ഒരു ആരോട് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് അനാലിറ്റിക്കൽ മെത്തേഡ് ഓഫ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ലെറ്റർ മാത്രം എഴുതി കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അതിനെ സൂചിപ്പിക്കും. അല്ലെങ്കിൽ മോഡുലസ് എഴുതിയാലും അതിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് റെപ്രസെന്റേഷൻ ഓഫ് വെക്ടർ. ഇനി നമ്മൾ അടുത്ത് പറഞ്ഞത് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. ഒരു 6 എണ്ണമാണ്. ഈക്വൽ വെക്ടേഴ്സ്, രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, ഡയറക്ഷൻ സെയിം ആയിരിക്കണം. അൺലി ഓപ്പോസിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ മറ്റൊരു വെക്ടറിന്റെ ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ഡയറക്ഷൻ തന്നിരിക്കുന്ന വെക്ടറിന്റെ ഓപ്പോസിറ്റും മാഗ്നിറ്റ്യൂഡ് സെയിമും ആയിരിക്കും. മൂന്നാമത് ലൈക്ക് വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സ് ലൈക്ക് വെക്ടേഴ്സ് ആണെന്ന് പറഞ്ഞെങ്കിൽ രണ്ടിന്റെയും ഡയറക്ഷൻ സെയിം ആയിരിക്കണം, എന്നാൽ മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും. അൺലൈക്ക് വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും, ഡയറക്ഷൻ ഓപ്പോസിറ്റ്. യൂണിറ്റ് വെക്ടർ, ഒരു വെക്ടർ എന്ന് പറയുന്നത് മറ്റൊരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ആണെന്ന് പറയണമെങ്കിൽ ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1ഉം ആ വെക്ടറിന്റെ ഡയറക്ഷൻ തന്നിരിക്കുന്ന വെക്ടറിന്റെ അതേ ഡയറക്ഷനുമായിരിക്കണം. A vector is said to be unit vector of a given vector if it has unit magnitude and has the same direction as that of the given vector. ഇത് കണക്കാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് യൂണിറ്റ് വെക്ടർ കണക്കാക്കാൻ ചെയ്യണമെങ്കിൽ a vector is divided by its magnitude. ഒരു വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നിരിക്കുന്നത് ആ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ആയിരിക്കും. അതായത് വെക്ടർ എയുടെ യൂണിറ്റ് വെക്ടർ ആണ് എ ക്യാപ്. അപ്പോൾ ചെയ്യുന്നത് എ ക്യാപ് എന്നാണ്. ആ എ ക്യാപ് എന്തായിരിക്കും? വെക്ടർ എ ഡിവൈഡഡ് ബൈ magnitude of vector A, vector A divided by modulus of vector A. ഇനി കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള യൂണിറ്റ് വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. അതിൽ x ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണ് i ക്യാപ്, y ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണ് j, അതേപോലെ z ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് k ക്യാപ്. ഇനി ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണെങ്കിൽ അത്തരം വെക്ടറിനെ വിളിക്കുന്ന പേരാണ് നൾ വെക്ടർ ഓർ സീറോ. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യമാണ് അഡീഷൻ ഓഫ് വെക്ടേഴ്സ്, അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഒരേ ഡയറക്ഷനിൽ രണ്ട് വെക്ടറിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിരിക്കുന്ന വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് സമ്മിന് തുല്യവും ഡയറക്ഷൻ തന്നിരിക്കുന്ന വെക്ടേഴ്സിന്റെ അതേ ഡയറക്ഷനിലുമായിരിക്കും. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള രണ്ട് വെക്ടേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിരിക്കുന്ന വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഡിഫറൻസിന് തുല്യവും അതിന്റെ ഡയറക്ഷൻ തന്നിരിക്കുന്ന വെക്ടേഴ്സിന്റെ ഏറ്റവും വലിയ വെക്ടറിന്റെ ഡയറക്ഷന്റെ സെയിമുമായിരിക്കും. മൂന്നാമത് രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഇൻക്ലൈൻ ചെയ്തിരിക്കുമ്പോൾ അവിടെ കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടർ എങ്ങനെ കണക്കാക്കാം? അതിന് നമ്മൾ രണ്ട് ലോയെ ആശ്രയിക്കും. ആദ്യത്തെ ട്രയാങ്കിൾ ലോയർ. ട്രയാങ്കിൾ ലോ പ്രകാരം രണ്ട് വെക്ടർ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് എടുക്കും. അവ ഒരേ ഓർഡറിലാണ് എങ്കിൽ ആ ട്രയാങ്കിൾ മൂന്നാമത്തെ സൈഡ്, റിവേഴ്സ് ഡയറക്ഷനിലുള്ള മൂന്നാമത്തെ സൈഡ് ആ തന്നിരിക്കുന്ന രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് വെക്ടറിനെ സൂചിപ്പിക്കുന്നു. If two sides of a triangle represent two vectors in magnitude and direction and in the same order, then the third side of the triangle in reverse order represents the vector sum of the two vectors.
അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് ഉണ്ട്, അതാണ് പാരലോഗ്രാഫ് ബൈ ടെൻഷൻ. ഒരു പാരലോഗ്രാഫിന്റെ അഡ്ജസന്റ് സൈസ് രണ്ട് വെക്ടറിനെ കാണിക്കുന്നുവെങ്കിൽ ആ രണ്ട് വെക്ടർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് ആരംഭിക്കുന്ന ആ പാരലോഗിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് വെക്ടർ ആയിരിക്കും. If two adjacent sides of a parallelogram represent two vectors in magnitude and direction, then the diagonal of the parallelogram starting from the point of intersection represent the vector sum of the two vectors. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്.